ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് 9th സ്റ്റാൻഡേർഡ് മണിക്ക ടെക്സ്റ്റ് ബുക്കിൻ്റെ 6th ചാപ്റ്ററായ തത്വമസിയാണ്. നമുക്ക് നോക്കിയാലോ. ഉമേഷ് പറയാണ്, രമേ പശ്യ ഏതത് ചിത്രം, കഹ ഏഷഃ വൃക്ഷഃ. ഹേ രമേ, ഈ ചിത്രം ഒന്ന് നോക്ക്, ഇത് ഏതാണ് ഈ മരം? രമ, അയം തു വടവൃക്ഷഃ പ്രതീയതേ. ഇതാണേൽ ആൽമരമാണെന്നാണ് തോന്നുന്നത്. കിം ന പശ്യസി, അസ്യ ദീർഘാഃ ശാഖാഃ പൃഥ്വീം സ്പർശന്തി. എന്തേ കാണുന്നില്ലേ, ഇതിൻ്റെ നീളമുള്ള ശാഖകൾ ഭൂമിയെ സ്പർശിക്കുന്നതായി. ഉമേഷഃ, ആം പശ്യാമി, അതെ കാണുന്നു. വട ഏവ അയം, ഇത് ആൽമരം തന്നെ. പരന്തു കോ അയം ഋഷിഃ ബാലകഃ ച. പക്ഷേ ഇതാരാണ് ഋഷിയും കുട്ടിയും? രമ, ആചാര്യ ആഗച്ഛതി, താം ഏവ പൃച്ഛാമഃ. ടീച്ചർ വരുന്നു, അവരോട് തന്നെ ചോദിക്കാം, അതായത് ടീച്ചറിനോട് തന്നെ ചോദിക്കാം. ഉമേഷഃ, ആചാര്യേ കോ അയം ഋഷിഃ. ഹേ ആചാര്യേ, ഇതാരാണ് ഈ ഋഷി? ആചാര്യ, ടീച്ചർ പറഞ്ഞു, പാഠം പഠിത്വാ ജ്ഞാസ്യാമഃ. പാഠം വായിച്ചിട്ട് മനസ്സിലാക്കാം. രമ, ആചാര്യേ കുതഃ ഗൃഹീതഃ ഏഷഃ പാഠഃ. ഹേ ടീച്ചർ, ഇതെവിടെ നിന്നാണ് ഈ പാഠം എടുത്തിരിക്കുന്നത്? ആചാര്യ, ഛാന്ദോഗ്യ ഉപനിഷദഃ. ഛാന്ദോഗ്യ ഉപനിഷദത്തിൽ നിന്ന്. ഉമേഷഃ, ആചാര്യേ ഉപനിഷത്ത് കിം ഭവതി. ഹേ ആചാര്യേ, ഈ ഉപനിഷത്ത് എന്നാൽ എന്താണ്? ആചാര്യ, ഉപനിഷദഃ നാമ തേ ഗ്രന്ഥാഃ യേഷു അമൂല്യം ആത്മജ്ഞാനം ഉപദിഷ്ടം. ഉപനിഷത്ത് എന്ന് പറയുന്നത് ആ ഗ്രന്ഥങ്ങളുടെ പേരാണ്, എന്തിലാണോ അമൂല്യമായ ആത്മജ്ഞാനത്തിൻ്റെ ഉപദേശം തന്നിരിക്കുന്നത്. രമ, ഏവം, അങ്ങനെയോ? അതീവ ഉത്സുകാഃ വയം ഏതം പാഠം പഠിത്തും. ഏറെ ആകാംക്ഷയിലാണ് ഞങ്ങൾ ഈ പാഠം വായിക്കാനായി. മഹർഷേഃ ആരുണേഃ പുത്രഃ ശ്വേതകേതുഃ ആസീത്. മഹർഷിയായ ആരുണിയുടെ പുത്രനായിരുന്നു ശ്വേതകേതു. 12 വർഷീയം തം പുത്രം, 12 വയസ്സുകാരനായ ആ മകനോട് പിതാ ആരുണിഃ ഉവാച. പിതാവായ ആരുണി പറഞ്ഞു, ഹേ ശ്വേതകേതു, ഹേ ശ്വേതകേതു, ഗുരും പ്രതി ഗച്ഛ അധ്യയനാർത്ഥം. ഗുരുവിൻ്റെ അടുത്തേക്ക് പോകൂ, പഠിക്കാനായി. അതായത് അച്ഛൻ പറയാണ് മകനോട്, പഠിക്കാനായി ഗുരുവിൻ്റെ അടുത്തേക്ക് പോയാലും എന്ന്. യതഃ, എന്താണെന്ന് വെച്ചാൽ, സൗമ്യ മകനെ, അസ്മത് കുലീനഃ, അതായത് നമ്മുടെ കുലത്തിൽ ജനിച്ച, അനധീത്യ ന ഭവതീതി, പഠിക്കാത്തവരായിട്ട് ഇല്ല, അതായത് നമ്മുടെ കുലത്തിൽ ജനിച്ച ആരും തന്നെ പഠിക്കാത്തവരായിട്ടില്ല എന്ന്. സഹ പുത്രഃ ആചാര്യം ഉപേത്യ, ആ മകൻ ഗുരുവിൻ്റെ അടുത്തേക്ക് പോയിട്ട്, യാവത് 24 വർഷഃ അഭവത് താവത് സഹ സർവാൻ വേദാൻ സാർത്ഥാൻ അധീത്യ പിതുഃ സകാശം ആഗച്ഛത്. എപ്പോഴാണോ 24 വയസ്സായത്, അതുവരെയും അവൻ എല്ലാ വേദങ്ങളും അർത്ഥം സഹിതം പഠിച്ച് അച്ഛൻ്റെ അടുത്തേക്ക് വന്നു. സഹ ച സർവശ്രേഷ്ഠഃ അഹം ഇതി മന്യമാനഃ ഉദ്ധത സ്വഭാവഃ അഭവത്. അതുപോലെ അവൻ ഞാൻ തന്നെയാണ് സർവശ്രേഷ്ഠൻ എന്ന് കരുതി അഹങ്കാരിയായി മാറി. എന്നെ കുറഞ്ഞൊരാളില്ല എന്നുള്ളൊരു മനോഭാവമായിരുന്നു ആ കുട്ടിക്ക് ഉണ്ടായിരുന്നത്. ഏവം ഭൂതം പുത്രം ദൃഷ്ട്വാ, ഇപ്രകാരം മകനെ കണ്ട് പിതാ ഉവാച, പിതാവ് പറഞ്ഞു. എന്താ പറഞ്ഞേ? ഹേ ശ്വേതകേതു, ഹേ ശ്വേതകേതു, കഹ തേ ഉപാധ്യായാത് അതിശയഃ പ്രാപ്തഃ. അതെന്താണ് നീ ഗുരുവിൽ നിന്ന്
വിശേഷമായി പ്രാപ്തമാക്കിയത്? യേന ത്വം കുലാൻ അനുരൂപം ഉദ്ധതഃ അസി. എന്തിനാലാണോ നീ കുലത്തിന് വിരുദ്ധമായി മാറിയത്? അതേത് ശ്രേഷ്ഠമായ കാര്യമാണ് നിനക്ക് പ്രാപ്തമായത്? അതിലൂടെ ഇത്ര അഹങ്കാരം ഉണ്ടാവാൻ എന്ന്. ജാനാസി കിം തത്, അറിയാമോ എന്താണിതെന്ന്? ഏന് ശ്രുതേന അന്യത് അശ്രുതം അപി ശ്രുതം ഭവതി, അമതം മതം അവിജ്ഞാതം ച വിജ്ഞാതം ഭവതി ഇതി. എന്തിനാലാണോ കേൾക്കുന്നതിലൂടെ കേൾക്കാത്തത് പോലും കേൾക്കുകയും ചിന്തിക്കാത്തത് പോലും ചിന്തിക്കുന്നതും അനിശ്ചിതമായത് നിശ്ചിതമായി തീരുകയും ചെയ്യുക? അറിയാമോ എന്ന് ചോദിക്കുകയാണ്. ഏതത് അദ്ഭുതം പ്രശ്നം ശ്രുത്വാ പൃച്ഛതി. ഇത്തരത്തിലുള്ള അത്ഭുതമായ, അതായത് യൂണിക് ക്വസ്റ്റ്യൻ കേട്ടിട്ട് ചോദിച്ചു. ആരാ ചോദിച്ചേ? ശ്വേതകേതു അവൻ്റെ അച്ഛനോട് ചോദിച്ചു. എന്താ ചോദിച്ചേ? കഥമിതി, അതെങ്ങനെ? ഇത്യുക്തഃ പിതാ അധോലിഖിത ദൃഷ്ടാന്തേന തത്വജ്ഞാനം പ്രതിപാദയതി. ഇങ്ങനെ പറഞ്ഞ് അച്ഛൻ താഴെ എഴുതിയേക്കണ ദൃഷ്ടാന്തത്തിനാൽ തത്വജ്ഞാനം മനസ്സിലാക്കുന്നു. അരുണിഹി ശ്വേതകേതു ന്യഗ്രോധഫലം ആഹര. ഹേ ശ്വേതകേതു, ആൽമരത്തിൻ്റെ ഫ്രൂട്ട് കൊണ്ടുവന്നാലും. ശ്വേതകേതു ഇതം ഭഗവൻ ഇതാ അച്ഛ. ആരുണിഹി അത്ര കിം പശ്യസി, ഇവിടെ എന്താണ് കാണുന്നത്? അതായത് ഈ ഫ്രൂട്ടിൽ എന്താണ് കാണുന്നത്? ശ്വേതകേതു അണുതരാണി ഇമാനി ബീജാനി, കുറേ ചെറിയ ചെറിയ സീഡ്സ്. ആരുണിഹി യേഷു ഏകം ബീജം ഭിന്തി, ഇതിൽ ഒരു സീഡ് പൊട്ടിച്ചാട്ടെ. ശ്വേതകേതു ഭിന്നം, പൊട്ടിച്ചു. ആരുണിഹി അത്ര കിം പശ്യസി, ഇപ്പോഴെന്താ കാണുന്നത്? ഇവിടെ എന്താ കാണുന്നത്? അതായത് ഈ സീഡിൽ, ആ പൊട്ടിച്ച സീഡിൽ എന്താണ് കാണുന്നത്? ശ്വേതകേതു ന കിഞ്ചന ഭഗവൻ, ഒന്നും തന്നെ ഇല്ല അച്ഛാ. ഇതം ശ്രുത്വാ പിതാ പുത്രം ഉവാച. ഇത് കേട്ട് പിതാവ് പുത്രനോട് പറഞ്ഞു. എന്താ പറഞ്ഞേ? ഹേ സൗമ്യ, ഹേ പ്രിയനെ, ഹേ മകനെ, പശ്യ അത്ര വടബീജേ ഏവ മഹാൻ സ്ഥൂലഃ ശാഖാദിമാൻ നഗ്രോധഃ വടഃ ഉത്പന്നഃ സൻ തിഷ്ഠതി. നോക്ക്, ഈ ആലിൻ്റെ ബീജത്തിൽ നിന്നാണ്, ആലിൻ്റെ സീഡിൽ നിന്നാണ് വലിയ വിശാലമായ ശാഖകളുള്ള ആലിൻ്റെ മരം ഉണ്ടായിരിക്കുന്നത്. ഏവം അണിംനഃ സ്ഥൂലം ജഗത് ഉദ്ഭവതി. ഇത്തരത്തിലാണ് സൂക്ഷ്മതത്വത്താൽ വിശാലമായ ലോകം ഉണ്ടാവുന്നത്. വിശ്വസിഹി, വിശ്വസിക്കൂ. ഹേ സൗമ്യ, ഹേ മകനെ, സ ഏവ ആത്മാ, അത് തന്നെയാണ് ആത്മാവ്. തത് ഏവ സത്, അത് തന്നെയാണ് പരമസത്യവും പരമാത്മാവ്. തത്വം അസി, അത് തന്നെയാണ് നീ. അതായത് അതേ പരമാത്മാവിൻ്റെ അംശമാണ് നീ. അതായത് നീ അതാണ്. തത്വം അസി. അപ്പോൾ എല്ലാവർക്കും ഈ പാഠം നന്നായി മനസ്സിലായെന്ന് കരുതുന്നു. എല്ലാവർക്കും ഇതിൻ്റെ എക്സ്പ്ലനേഷൻ വീഡിയോ ക്ലിയർ ആയെന്ന് കരുതുന്നു. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായ ഉറപ്പായും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ സൈഡിലൊരു ബെല്ലൈക്കണുണ്ട്, അതും കൂടെ ഒന്ന് എനേബിൾ ചെയ്യുക, ഓളെന്ന ഓപ്ഷൻ കൊടുക്കുക. എന്നാൽ മാത്രമേ ഞാൻ ഇനി വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ. താങ്ക് യു.